മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ജനം ഒഴുകുന്നു. ടൂറിസം വകുപ്പ് നടപ്പാക്കിയ സൗന്ദര്യവൽക്കരണത്തിന് ശേഷമാണ് തിരക്ക് വർദ്ധിച്ചത്. ഇത് ബീച്ചിലേക്കുള്ള ഗതാഗതത്തെ സാരമായി ബാധിച്ചു. വൻ ഗതാഗത കുരുക്കാണ് ദിവസവും ഇവിടെ അനുഭവപ്പെടുന്നത്. അതീവ സുന്ദരിയാണിന്ന് മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ച നവീകരിച്ച ഡ്രൈവ് ഇൻ ബീച്ചിലേക്ക് ജനപ്രവാഹമാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ്. ദിവസവും ശരാശരി 20,000 പേർ വരെ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. ഇത് വൻ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. ബീച്ചിൽ സൗന്ദര്യവൽക്കരണം നടപ്പാക്കിയെങ്കിലും റോഡിന് ഒരു മാറ്റവുമില്ല. ഇടുങ്ങിയ റോഡാണ്. റോഡ് വീതി കൂട്ടി മെക്കാഡം ടാർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിതയും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. റോഡ് സൗകര്യത്തിൻ്റെ പഞ്ചായത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ലാൻഡ് അക്വയർ ചെയ്യുന്നതിനുള്ള നടപടി ഗവൺമെൻറ് തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ബീച്ചിലേക്കുള്ള റോഡുകൾ മെക്കാഡം ടാറിംഗ് പാസ്സായതുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ തുടർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റോഡ് തന്നെ വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഇന്നലെയായിട്ട് അവിടെ ടാറിംഗ് നടക്കുന്നുണ്ട്. ഇതിൽ 1 കിലോമീറ്ററോളം ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. വൺ വേ സംവിധാനമെങ്കിലും ഏർപ്പെടുത്തി ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുഴപ്പിലങ്ങാട് കുളംബസാർ റോഡും എടക്കാട് റോഡും ദിവസവും വാഹനങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. പ്രദേശവാസികളും പോലീസും ഏറെ പാടുപെട്ടാണ് കുരുക്കഴിക്കാൻ ശ്രമിക്കുന്നത്. ബീച്ചിലേക്കും തിരിച്ചും വൺ വേ സംവിധാനമുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബീച്ചിൽ കോടികൾ ചെലവഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് അനുബന്ധമായി റോഡ് വികസനവും വേണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.